കമ്മാടത്ത് ഭഗവതി ചിറ്റാരിക്കലിനോട് ചേർന്ന് അതിരുകൾ കാണാനാവാത്ത വിധം വ്യാപിച്ചു കിടന്നിരുന്ന ഒരു പ്രാചീന വനപ്രദേശം ഉണ്ടായിരുന്നു. ആ കാനനത്തെയാണ് ദണ്ഡിയങ്ങാനം എന്ന് വിളിച്ചിരുന്നത്. അതിൻ്റെ അറ്റങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ അത് കാണാക്കാവ് എന്ന പേരിലും പ്രസിദ്ധമായി. ഈ കാണാക്കാവിൽ അധിഷ്ഠിതയായിരുന്ന ദേവിയാണ് കമ്മാടത്തമ്മ. സാക്ഷാൽ ഭദ്രകാളിയുടെ ശക്തി സങ്കല്പമായി വിശ്വസിക്കപ്പെടുന്ന ദേവത. ദേവിയുടെ ഈ പ്രദേശത്തേക്കുള്ള ആഗമനവുമായി ബന്ധപ്പെട്ട് ഒരു കഥ പുരാതന വിശ്വാസങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദാരികനെ നിഗ്രഹിക്കാനായി ഭദ്രകാളി ദാരികൻ്റെ കോട്ടയിലേക്ക് പുറപ്പെട്ടു. അതിഭീകരമായ യുദ്ധത്തിനു ശേഷം തൻ്റെ ദണ്ടുപയോഗിച്ച് അവനെ സംഹരിച്ചെങ്കിലും ദേവിയുടെ കോപം അണഞ്ഞില്ല. രക്തത്തിൽ മുങ്ങിയ ആ ദണ്ണിനെ ദേവി വടക്ക് കിഴക്കൻ ദിശയിലേക്ക് ശക്തിയായി എറിഞ്ഞു. അങ്ങനെ എറിഞ്ഞ ദണ്ട് ഇന്നത്തെ കമ്മാടം ഗ്രാമത്തിലെ ഇളയടത്ത് ചേരിക്കൽ പ്രദേശത്തുള്ള ദണ്ഡകവനത്തെ അനുസ്മരിപ്പിക്കുന്ന ഭീകരമായ കാട്ടിൽ പതിച്ചു. അഘോര മഹാകാളി രൂപത്തിൽ ദേവിയും അവിടെ പ്രത്യക്ഷയായി. പ്രകൃതിയുടെ അതുല്യ സൗന്ദര്യം നിറഞ്ഞ ആ കാനന ഭൂമി ദേവിയെ വല്ലാതെ ആകർഷിക്കുകയും അവളുടെ ഉഗ്രരൂപം ശാന്തതയിലേക്ക് മാറുകയും ചെയ്തു. പിന്നീട് ദേവി അവിടെയെങ്ങും സാന്നിധ്യമുറപ്പിച്ച് വസിച്ചു തുടങ്ങി. അന്നത്തെ കാലത്ത് ആ പ്രദേശം മുഴുവനും വനഭൂമിയായിരുന്നതിനാൽ മനുഷ്യവാസം വളരെ കുറവായിരുന്നു. കമ്മാടത്തില്ലം എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രമുഖ ബ്രാഹ്മണ ഇല്ലം മാത്രമാണ് അവിടെ പ്രധാനമായി നിലനിന്നിരുന്നത്. ആ ഇല്ലത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് അടുക്കത്തായർ ആയിരുന്നു. മന്ത്രവാദത്തിലും താന്ത്രിക വിദ്യകളിലും അസാമാന്യ പ്രാവീണ്യമുള്ളവരായി അവർ അറിയപ്പെട്ടു. ഇല്ലത്തിലെ പ്രധാന ആരാധനാമൂർത്തിയായിരുന്ന രക്തേശ്വരിയുടെ അനുഗ്രഹത്തോടെ അടുക്കത്ത് തന്ത്രി അതിശക്തിയുള്ള താന്ത്രികനായി മാറി. മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളിൽ അദ്ദേഹം കൂടുതൽ മുഴുകുകയും തുടർന്ന് വലിയ സ്വത്തുക്കളും ഭൂമികളും സമ്പാദിക്കുകയും ചെയ്തു. കൃഷി, കന്നുകാലി വളർത്തൽ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ഇല്ലത്തിൻ്റെ കീഴിൽ നടന്നുപോന്നു. ഇവയെല്ലാം നടത്തിപ്പോവാൻ നിരവധി സഹായികളും ജോലിക്കാരും ഉണ്ടായിരുന്നു. അവരിൽ ഏറ്റവും വിശ്വസ്തനായ ആളായിരുന്നു കടയങ്കൻ. ഒരു ദിവസം ഇല്ലത്തിലെ കറവ പശുക്കളിൽ ഒന്ന് കാണാതായി. പശുവിനെ കണ്ടെത്താനായി കടയങ്കൻ എല്ലായിടത്തും തിരച്ചിൽ തുടങ്ങി. ഏറെ തിരഞ്ഞിട്ടും അതിനെ കണ്ടെത്താനാകാതെ വന്നപ്പോൾ ഒടുവിൽ ഭഗവതി കുടികൊണ്ടിരുന്ന കാട്ടിനകത്തേക്ക് അവൻ കടന്നു. അവിടെ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. ഒരു പശു ശാന്തമായി പാൽ ചുരുത്തിക്കൊണ്ട് നിൽക്കുന്നു. അതിനു സമീപം കാട്ടുവള്ളികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഊഞ്ഞാലിൽ വെളുത്ത വസ്ത്രം ധരിച്ച് സർവാഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ട അതീവ സുന്ദരിയായ ഒരു സ്ത്രീ ഇരുന്നാടുകയായിരുന്നു. ആ ദിവ്യ രൂപം കണ്ട കടയങ്കൻ ഭയഭക്തികളാൽ വിറച്ചു. അവനെ നോക്കി ആ സ്ത്രീ പറഞ്ഞു, പശുവിനെ കൊണ്ടുപോവുക, എന്നാൽ ഇവിടെ എന്നെ കണ്ട കാര്യം ആരോടും പറയരുത്. ഭയത്തോടും ആശ്ചര്യത്തോടെയും ഇല്ലത്തിലേക്ക് മടങ്ങിയ കടയങ്കൻ്റെ പെരുമാറ്റത്തിൽ വ്യത്യാസം കണ്ട അടുക്കത്ത് തന്ത്രി സംശയിച്ചു. അദ്ദേഹം കടയങ്കനോട് സത്യാവസ്ഥ ചോദിച്ചറിഞ്ഞു. സംഭവമൊക്കെ കേട്ടതോടെ അത് സാക്ഷാൽ പരാശക്തി തന്നെയാണെന്ന് തന്ത്രിക്ക് മനസ്സിലായി. ആ ദേവീ ശക്തിയെ ഇല്ലത്തിലേക്ക് ആനയിക്കണമെന്ന ഉറച്ച തീരുമാനം അദ്ദേഹം എടുത്തു. തുടർന്ന് ഒരു കോഴിയെ ബലിയർപ്പണത്തിനായി എടുത്തുകൊണ്ട് തനിക്കൊപ്പം വരാൻ കടയങ്കനോട് ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ സംഭവ വികാസം മനസ്സിലാക്കിയ ദേവി തൻ്റെ സാത്വിക രൂപം ഉപേക്ഷിച്ച് ഭയാനകമായ മഹാകാളി രൂപം സ്വീകരിച്ചു. ദേവി ഇരുന്നിരുന്ന മഹാപാറ രണ്ടായി പിളർന്ന് അതിനിടയിലൂടെ ഭൂമിക്കടിയിലേക്ക് ദേവി അന്തർദാനം ചെയ്യാൻ തുടങ്ങി. അന്നേരം അവിടെ എത്തിയ തന്ത്രിയും കടയങ്കനും ആ അദ്ഭുത ദൃശ്യം നേരിൽ കണ്ടു. പേടിച്ചുപോയ കടയങ്കൻ ബലിക്കായി കൊണ്ടുവന്ന കോഴിയെ അകലെയെറിഞ്ഞിട്ട് ജീവൻ രക്ഷിക്കാനായി ഓടി. എന്നാൽ തന്ത്രി ഒട്ടും ഭയപ്പെട്ടില്ല. തൻ്റെ കൈവിരൽ മുറിച്ച് രക്തം ചൊരിഞ്ഞ് ദേവിക്ക് സമർപ്പിച്ചു. ആ രക്തസമർപ്പണത്തോടു കൂടി ദേവിയുടെ ഭൂമിയിലേക്കുള്ള ചലനം നിലച്ചു.
തുടർന്ന് കഴുത്തുമുതൽ മുകളിലോട്ടുള്ള ഭാഗം മാത്രം ദൃശ്യമായി അവശേഷിച്ചു. തന്ത്രിയുടെ ഭക്തിയിലും ധൈര്യത്തിലും പ്രസന്നയായ ദേവി തൻ്റെ സാന്നിധ്യവും ശക്തിയും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. താൻ മന്ത്രങ്ങളാലോ തന്ത്രങ്ങളാലോ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടുന്നവളല്ല. എങ്കിലും ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനായി ഇല്ലത്തിലേക്ക് വരാം. പൂജകളും കർമ്മങ്ങളും കഴിഞ്ഞാൽ വീണ്ടും പ്രകൃതിയാവുന്ന കാവിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് ദേവി അറിയിച്ചു. അതിനുശേഷം ഭഗവതി അടുക്കത്ത് തന്ത്രിയോടൊപ്പം കമ്മാടത്തില്ലത്തിലേക്ക് ആഗമിച്ചു. അവിടെ പടിഞ്ഞാറ്റയിൽ പ്രതിഷ്ഠിതയായിരുന്ന കമ്മാടത്ത് ചാമുണ്ടിയമ്മ ഭഗവതിയുടെ മഹത്വം മനസ്സിലാക്കി സ്വന്തം പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ സ്ഥാനം ദേവിക്ക് സമർപ്പിച്ചു. തുടർന്ന് തൊട്ടടുത്ത ശ്രേഷ്ഠസ്ഥാനത്ത് അടൂർ ദേവനെ ദർശിക്കാവുന്ന രീതിയിൽ പ്രതിഷ്ഠിതയായി. ദണ്ഡിയങ്ങാനം കാവിൽ നിന്നെത്തിയതിനാൽ ദേവി പിന്നീട് ദണ്ഡിയങ്ങാനത്ത് ഭഗവതി എന്ന പേരിൽ പ്രസിദ്ധയായി. അതുപോലെ ദേവിക്ക് ആദ്യമായി സ്ഥാനം നൽകിയ ഇല്ലമായ കമ്മാടത്തില്ലത്തിൻ്റെ പേരിൽ കമ്മാടത്തമ്മ എന്നും കമ്മാടത്ത് ഭഗവതി എന്നും അറിയപ്പെടാൻ തുടങ്ങി. Thank you.